ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു കാലിന് എന്ത് പറ്റിയെന്ന്. അതുപോലെ തന്നെ പേഴ്സണലായിട്ടും വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു കാലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. ശരിക്കും എൻ്റെ കാലിൽ ഫ്രാക്ചർ ആയതാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങിയ വഴി സ്ലിപ്പായിട്ട് കാലൊന്നും അടിഞ്ഞു. വീണിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 മാസത്തേക്കാണ് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 മാസം ആകാറായിട്ടുണ്ട്. പ്ലാസ്റ്റർ ഇട്ട് 2 വീക്സിലൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങി, നല്ല മഴക്കോളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സൊക്കെ ട്രാവലുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹോസ്പിറ്റൽ ഷാബിയിലാണ്, ഫിനിക്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇനി ബേസ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീൽ ചെയർ ആക്സസ് ഉള്ളിടത്തെ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബേസ്മെൻറ്റിൽ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു വീൽ ചെയറിൻ്റെ സഹായത്തോടെ ഞാൻ റിസപ്ഷൻ വരെ എത്തിയെന്ന് പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഡോക്ടറെ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പിള്ളേർ അവരുടേതായ കലാപരിപാടികളിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കണ്ടു. ഇനി ഒരു 2 വീക്സ് കൂടി പ്ലാസ്റ്റർ ഇടേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ടോട്ടൽ 1 മന്തോളം നമ്മൾ ഈ പ്ലാസ്റ്റർ ഇടണം. അപ്പോൾ ഈ ബാൻഡേജൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിപ്പം ബാൻഡേജും പ്ലാസ്റ്ററും എല്ലാം ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫുള്ള് മാറ്റി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം 2 വീക്സായിട്ട് നമ്മൾ ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇറിറ്റേഷനും ഇച്ചിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റി അവർ കാലൊക്കെ വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ പോകുന്ന വഴി നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ എവിടെയും കയറിയിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല, കാലിങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും മിസ്സാകും കാലിനിങ്ങനെ ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിതാ തിരിച്ച് നമ്മുടെ വില്ലയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറിന് പുറത്തേക്ക് ഇറങ്ങണം. ഈ 2 വ്യക്തികളുടെ സഹായമില്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വോക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. ഈ ഒരു വോക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. അതിനെനിക്ക് അച്ഛയുടെ ഹെൽപ്പ് തന്നെ വേണം. പക്ഷേ ഈ ഒരു വോക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നടക്കാറുള്ളത്. അതിനൊക്കെ മേലെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഇവരൊക്കെയാണ് എൻ്റെ ശക്തിയും സപ്പോർട്ടും ഹെൽപ്പും. അപ്പോൾ ഈ ഒരു സെൽഫിയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.